ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ചെടുത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം 1 കപ്പ് പാലും കൂടെ ഒഴിച്ചെടുത്ത് വീണ്ടും ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും പലഹാരം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 2 നുള്ളു സോഡാപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടിക്ക് കൃത്യമായിട്ട് അളവൊന്നുമില്ല കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു കട്ടിയുള്ളൊരു മാവാക്കി എടുക്കണം. ഒന്നാകെ ഇട്ടെടുത്താൽ നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കട്ടിക്കാട്ടം നമ്മളെ മാവുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം മൈദപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം സ്പൂണിൽ കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളർ ആകുന്നവരെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.